മംദാനിയുടെ വിജയത്തെ മുസ്ലിംകളുടെയും ഇസ്ലാമിൻ്റെയും വിജയമായി ചിലർ ചിത്രീകരിക്കുന്നതായി കാണുന്നു. എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത്? കേട്ടാൽ തോന്നുക ഇസ്ലാമിൻ്റെ ഭാവി മംദാനിയുടെ കരങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്നാണ്. വാസ്തവത്തിൽ തലമറന്ന് എണ്ണ തേക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മംദാനി ഒരു മുസ്ലിമാണ് എന്നതൊഴിച്ചാൽ ഇസ്ലാമും അദ്ദേഹവുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ല. ഇസ്ലാമിൻ്റെ വളർച്ചയും അതിൻ്റെ സംരക്ഷണവും ആ മതത്തെ മനുഷ്യന് നൽകിയ ഏകനായ ദൈവം ഏറ്റെടുത്തതാണ്. നാം ആണ് അതിനെ ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അവൻ പ്രഖ്യാപിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ മംദാനിയുടെ ജയമോ പരാജയമോ ഇസ്ലാമിൻ്റെ ജയമോ പരാജയമോ ആയി കാണേണ്ടതില്ല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി മാറിയ ചരിത്രമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെ എതിർക്കുന്നവർ നാളെ അതിൻ്റെ അനുയായികളാവുക സ്വാഭാവികമാണ്. അതിനാൽ ഇന്ന് ഇസ്ലാമിൻ്റെ കഴുത്തറുക്കാൻ ഇറങ്ങിത്തിരിച്ചവരോട് ഒരിക്കലും ഒരു മുസ്ലിമിന് വെറുപ്പുണ്ടാകില്ല. അവൻ പ്രതീക്ഷയോടെയാകും അവനെ കാണുക.